عن أمير المؤمنين أبي حفص عمر بن الخطاب العدوي القرشي رضي الله عنه أنه قال: ما أتى على عالم من سبع ضار أخوف عليه من غلام أمرد. رواه ابن الجوزي. ഇമാം അല്ലെങ്കിൽ സഹാബിയായ മഹാനായ സഹാബിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബൂ ഹഫ്സ് ആണ്. അദ്ദേഹം അഫ്ദലു ഹാദിഹിൽ ഉമ്മ ബഅദ അബി ബക്കർ ബിത്തിഫാഖി ഹാദിഹിൽ ഉമ്മ ബിജ്മാഇ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തെ ഏകോപിച്ചിട്ടുള്ള കാര്യത്തിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഇമാമത്തിൽ സംശയിക്കുകയോ അദ്ദേഹത്തിന്റെ ഫദ്ലിൽ സംശയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാഫിറുൻ മുർതദ്ദുൻ അനിൽ ഇസ്ലാം, ഇസ്ലാം ഒന്ന് പുറത്തു പോയതാണ്. അദ്ദേഹത്തിന്റെ ഫദായിലുകളും മനാഖിബുകളും എന്താണ്? ധാരാളമാണ്. അദ്ദേഹം പറയാണ്, മാ അത അലാ ആലിമിൻ, ഒരു പണ്ഡിതന്റെ അടുക്കൽ വരില്ല, മിൻ സബ്ഉൻ ضارിൻ, ഒരു ഉപദ്രവകാരിയായ ഒരു വന്യമൃഗം. അതാണ് സിംഹത്തെ പോലെ, കടുവയെ പോലെ വന്യമൃഗം. അവന്റെ മാംസവും അവന്റെ ശരീരവും പറിച്ച് ചീന്തി കഴിക്കുന്ന സബ്ഉ ഒരു ആലിമിന്റെ അടുക്കലും ഉപദ്രവകാരിയായ ഒരു സബ്ഉ വരില്ല. അഖ്വഫ അലൈഹി മിൻ ഗുലാമിൻ അംറദ്, അമ്രതായ ഗുലാമിനേക്കാൾ ആ ആലിമിനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സബ്ഉം ഒരു ആലിമിന്റെ പക്കൽ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച സംഭവമാണ്. അസറാണ്, ഹദീസുൻ മൗഖൂഫാണ്. ഈ ഹദീസിൽ ധാരാളം പണ്ഡിതന്മാർ, ധാരാളം ഫവായിദുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണത് ഗുലാമുൻ അംറദ്. അംറദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീശ മുളയ്ക്കാത്ത കുട്ടികളാണ്. അവർക്കാണ് അംറദ് എന്ന് പറയാം. മലയാളത്തിൽ കുമാരന്മാര് എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ, അവരുടെ വിധി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവരിക്കപ്പെട്ടതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടതാണ്. കാരണം അവരുടെ ഫിത്ന എന്ന് പറയുന്നത്, അതിലും വലിയൊരു ഫിത്ന മറ്റൊന്നുമില്ല. അല ആലിമിൻ വതുല്ലാബി ഇൽം. അപ്പൊ എന്താണ്? വളരെയധികം സൂക്ഷിക്കണം. ഇതാരെ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബാണ്. അല്ലദി യഫിറു മിൻഹു അശ്ശൈത്താൻ അല്ലദി ഇദാ സലക ഫജ്ജൻ സലക അശ്ശൈത്താൻ ഫജ്ജൻ ആഖർ. ആരാണ് ഉമർ? അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശൈത്താന് പേടിച്ചിട്ട് വേറൊരു വഴിയിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പോ കാരണം അമ്രതായ ഗുലാം, അമ്രതായ മീശയോ താടിയോ മുളയ്ക്കാത്ത കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ഫിത്ന എന്ന് പറഞ്ഞാല് വലിയ ഫിത്നയാണ്. അങ്ങനെ നമുക്ക് അതിലുള്ള ചില ആധാറുകൾ നമുക്ക് പഠിക്കാം. قال الحسن بن ذكوان رحمه الله: لا تجالسوا أولاد الأغنياء. നിങ്ങൾ പണക്കാരുടെ കുട്ടികളുടെ അടുക്കൽ ഇരിക്കാൻ പാടില്ല. فإن لهم صورا كصور النساء. കാരണം അവരുടെ രൂപം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ രൂപമാണ്. وهم أشد فتنة من العذارى. കന്യകകളുടെ ഫിത്നയേക്കാൾ വലിയ ഫിത്നയാണ് ആരുടെ ഫിത്ന? ഈ അമ്രതായ കുട്ടികൾ. وقال أبو السائب رحمه الله: لأنا
ലഅന അഖ്വഫു അലാ ആബിദിൻ മിൻ ഗുലാമിൻ മിൻ 70 അസ്റ. ഒരു ആബിദ്, അദ്ദേഹത്തിന് 80 കന്യകകളെ, സുന്ദരികളായ കന്യാചർമ്മം പൊട്ടിയിട്ടില്ലാത്ത കന്യകകളെക്കാൾ ഞാൻ ഒരു അമൃതായ കുട്ടിയെ ഞാൻ ഭയപ്പെടുന്നു. സലഫുകൾ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ഒരു ശൈത്താൻ ഉണ്ടാവാം. ആ ഒരു ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ചീത്തയായതുകൊണ്ടല്ല, മറിച്ച് എന്താണ്, ആ പെൺകുട്ടിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുരുഷന്മാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ ഉണ്ടാകും. എന്നാൽ അമൃതായ കുട്ടിയുടെ അടുക്കൽ 2 ശൈത്താൻ ഉണ്ടാകുമെന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. വഖാല ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാഹ് ഇഹ്ദറു ഹൗലൈൽ അഹ്ദാദ്, ഈ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. വഖാല അൽ മർറൂദി, ആരാണ് മർറൂദി റഹിമഹുല്ലാഹ്? ഇമാം അഹ്മദിന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ് അദ്ദേഹം. ഇമാം അഹ്മദിന്റെ ജാഅ ഹസൻ അൽ ബസ്സാർ ഇലാ അബി അബ്ദില്ലാഹ്, ഇമാം അഹ്മദിന്റെ അടുക്കൽ ബസ്സാർ വന്നു. യാനി അഹ്മദ് ഇബ്നു ഹംബൽ, ആരുടെ അടുക്കൽ? അഹ്മദ് ഇബ്നു ഹംബലിന്റെ അടുക്കൽ. വമഅഹു ഗുലാമുൻ ഹസനുൽ വജ്ഹ് ഫതഹദ്ദസ മഅഹു. അങ്ങനെ ബസ്സാറിന്റെ അടുത്ത് ഒരു അമ്രതായ കുട്ടിയുണ്ടായിരുന്നു. അമ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടീനേജിലുള്ള കുട്ടിയാണ്. فلما أراد أن ينصرف قال له عبد الله, അങ്ങനെ ബസ്സാറുമായിട്ട് സംസാരിച്ചു. പിരിഞ്ഞു പോകാൻ നേരത്തെ ഇമാം ബസ്സാറിനോട് ഇമാം അഹ്മദ് പറഞ്ഞു, യാ അബ അലി, ബസ്സാറിന്റെ കുനിയത്താണ് അബു അലി, ലാ തംശി മഅ ഹാദൽ ഗുലാം ഫി ത്വരീഖ്, ഈ കുട്ടിയുമായിട്ട് വഴിയിൽ നടക്കരുത്. ഫഖാല ലഹു ഇന്നഹു ഇബ്നു ഉഖ്തി, അദ്ദേഹം പറഞ്ഞത് എന്റെ സഹോദരിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ അവന്റെ അമ്മാവനാണ്. ഖാല വഇൻ കാൻ, അത് അമ്മാവന്റെ മകനാണെങ്കിൽ, എന്റെ സഹോദരന്റെ മകനാണെങ്കിലും നീ അവന്റെ അമ്മാവനാണെങ്കിൽ പോലും, وفي لفظ لئلا يظن بك بعض من لا يعرفك وتعرفه سوءا, കാരണം നിന്നെ അറിയാത്ത, ആ കുട്ടിയെ അറിയാത്ത ആളുകൾ നിന്നെ സംബന്ധിച്ച് തെറ്റായ വിചാരം ധരിക്കുമെന്നുള്ളതാണ് കാര്യം. وقال أبو سهل رحمه الله سيكون في هذه الأمة قوم يقال لهم اللوطيون على 3 أصناف. ഈ ഉമ്മത്തില് ലൂത്തുകൾ വരും. അവർ 3 തരത്തിലാണ്. സിൻഫുൻ യൻദുറൂൻ, ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നോക്കുന്നവരാണ് ആൺകുട്ടികളെ. വസിൻഫുൻ യുസാഫിഹൂൻ, മറ്റൊരു വിഭാഗം ആളുകൾ മുസാഫഹ ചെയ്യുന്നവര്, സ്പർശിക്കുന്നവര് ആണ്, ശരീരം കൊണ്ട് സ്പർശിക്കുന്നവര്. വസിൻഫുൻ യഅമലൂന ദാലികൽ അമൽ, മൂന്നാമത്തേത് ആ അമൽ ചെയ്യുന്നവര്. ഇത് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ ഉദ്ധരിച്ചതാണ്. وقال فتح الموصلي رحمه الله صحبت 30 من الابدال, ഞാൻ 30 ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, ജാഹിദുകളുടെ അടുക്കൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. കുല്ലുഹും യൂസീനി ഇൻദ ഫിറാഖിഹി ബിതർകി സുഹ്ബത്തിൽ അഹ്ദാസ്, അവരെല്ലാവരും ഞാൻ അവരിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരെല്ലാം വസിയത്ത് ചെയ്യുന്നത് എന്താണ്? അഹ്ദാസുകളോടൊപ്പം, അമ്രതുകളോടൊപ്പം ഇരിക്കാൻ പാടില്ല, അവരോടൊപ്പം കൂടാൻ പാടില്ല എന്നുള്ളതാണ്. وقال بقية بن الوليد رحمه الله كانوا يكرهون النظر إلى الغلام الأمرد الجميل, ഭംഗിയുള്ള അമ്രതായ കുട്ടിയിലേക്ക് നോക്കുന്നത് ഹറാമായിട്ട് അവർ കാണാറുണ്ടായിരുന്നു. وقال جنيد رحمه الله جاء رجل إلى أحمد بن حنبل, ഒരാൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ വന്നു. ومعه غلام حسن الوجه, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു നല്ല മുഖമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. فقال له من هذا, ഇമാം അഹ്മദ് ചോദിച്ചു ഇത് ആരാണ്? قال ابني, ഇതെന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു, എന്റെ മകനാണ്. فقال أحمد لا تجي معه لا تجي به معك مرة أخرى, ഇനി ആ കുട്ടിയുമായിട്ട് മറ്റൊരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞിട്ടുള്ളത്? നഅം,
نعم إمام الأئمة أحمد بن حنبل إمام السنة الزاهد العابد الورع. فلما قام قال له محمد بن عبد الرحمن الحافظ أيد الله الشيخ أنه رجل مستور وابنه أفضل منه. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുർ റഹ്മാൻ അൽ ഹാഫിദ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അയാൾ നല്ല ഒരു മനുഷ്യനാണ്, ആബിദായ മനുഷ്യനാണ്, അയാളുടെ കുട്ടിയാണ്, അയാളേക്കാണ് നല്ല മനുഷ്യനാണ്. فقال أحمد الذي قصدنا إليه من هذا الباب ليس يمنع منه سترهما. അവരുടെ രണ്ടുപേരുടെയും ഈ ഇബാദത്തുകളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് അവരെന്താക്കുന്നില്ല, ആ ഇബാദത്തുകളൊന്നും തടസ്സമാകുന്നില്ല. അപ്പൊ എന്താണ്, എന്ത് വലിയ ആളാണെങ്കിലും എന്താണ് അതിൽ വലിയ ഫിത്നയാണെന്നാണ് സാരം. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ സലഫുകളെ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ് അവരുടെ സലഫുകളിൽ നിന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാർ അറിയിച്ചു തന്നത്. انتبهوا يا إخوان. قال الإمام ابن الجوزي رحمه الله في تلبيس إبليس قوم لم يقصدوا صحبة المردان. ചില ആളുകൾ ഈ മറാദിനുകൾ കുമാരന്മാരുമായിട്ട് ടീനേജിലുള്ള കുട്ടികളുമായിട്ട് സഹവസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് അവർ ഉദ്ദേശിച്ചത് എന്താണ്, വഇന്നമാ യതൂബു സബി ويتزهد ويصحبهم عن طريق الإرادة. شوف, അവരെ നന്നാക്കാനാണ് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ അവരെ മറ്റുള്ള ദുനിയാവിൽ നിന്നും തിന്മകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്താണ് ശ്രമിക്കുന്നു. എന്നിട്ട് പിന്നീട് അവരെന്താണ് അവരുമായിട്ട് സഹവസിക്കാൻ, അല്ലെങ്കിൽ അവരെ ഈ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. فيلبس إبليس عليهم. പക്ഷെ അവരുടെ മേൽ ശൈത്താൻ എന്ത് ചെയ്യും, അവരുടെ മേൽ തൽബീസ് ചെയ്യും, ഉണ്ടാക്കും. എന്നിട്ട് അവരോട് പറയും ഖൈർ എന്ന് തടയരുത്. കാരണം ഖൈറാണത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും അവരുടെ കൂടെ എന്താണ് അവരെ നല്ല വഴിക്ക് നയിക്കലുമൊക്കെ. അപ്പൊ ശൈത്താൻ പറയും എന്താണ് അത് കുറയ്ക്കേണ്ട, നന്നായിട്ട് എന്ത് ചെയ്തോളൂ അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രേരിപ്പിക്കും. അങ്ങനെ പതിവായിട്ട് ഇങ്ങനെ നോക്കുക എന്നുള്ള കാര്യം വർദ്ധിക്കും. ലാ അൻ ഖസ്ദിൻ, ഉദ്ദേശപൂർവ്വമല്ല, മറ്റൊരു ശഹവത്തോടു കൂടിയല്ല, മോശമായ ഇച്ഛയോടു കൂടിയല്ല. ഫയുസീറു ഫിൽ ഖൽബിൽ ഫിത്ന, ഹൃദയത്തിൽ ഇങ്ങനെ ഫിത്ന എന്ത് ചെയ്യും വരും. ഇല അൻ യനാല ശൈത്താനു മിൻഹും ഖദ്റ മാ യുമക്കിനുഹു, കഴിയുന്നത്ര അവനിൽ നിന്ന് ആ ഫിത്ന അവൻ ശൈത്താൻ എന്ത് ചെയ്യും ചെയ്യിപ്പിക്കും. وربما وثقوا بدينهم فاستفزهم الشيطان فرماهم إلى أقصى المعاصي كما فعل ببريصيصا. ബർസീസ അതൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ചെയ്തതുപോലെ വലിയ പദവിയിലുള്ള ആളുകളായിരിക്കും. അങ്ങനെ ശൈത്താൻ അവരെ പ്രേരിപ്പിച്ച് അവസാനം എങ്ങനെ അടിയിലെത്തിയിട്ട് അവരെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് കാര്യം. وقال شيخ الإسلام ابن تيمية رحمه الله وما زال أئمة العلم والدين كشيوخ الهدى وشيخ الطريق يوصون بترك صحبة الأحداث. എല്ലാ അയിമ്മത്തുകളും പണ്ഡിതന്മാരും എല്ലാ നല്ല ഉബാദുകളും എല്ലാവരും വസിയത്ത് നൽകുന്ന കാര്യം എന്താണ്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. وقال الحافظ ابن القيم رحمه الله وفوائد غض البصر وآفات إرساله أضعاف ما ذكرنا. انتبهوا يا إخوان. കണ്ണ് താഴ്ത്തുക എന്നതിന്റെ ഫവായിദുകൾ, അതുപോലെ തന്നെ കണ്ണ് അഴിച്ചുവിടുക എന്നതിന്റെ ആഫത്തുകൾ, അപകടങ്ങൾ, അത് നമ്മൾ പറഞ്ഞതിന്റെ എത്രയോ ഇരട്ടിയാണ്. പക്ഷേ അൽ ജാഹിലുൽ അഹ്മഖ് അവനത് എന്ത് ചെയ്യില്ല, ചിന്തിക്കുകയില്ല, അവനത് എന്ത് ചെയ്യില്ല, മനസ്സിലിരുത്തുകയില്ല, അവനതിന്റെ ഗൗരവം എന്ത് ചെയ്യില്ല, ഗൗരവത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയില്ല.
അപ്പൊ എന്താണ് യുമന്നീഹി ഷൈത്താൻ, ഷൈത്താൻ ഇങ്ങനെ ഉമ്മിയത്തിട്ട് കൊടുക്കും, തൗബുണ്ട് എന്നുള്ള മുന ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഷൂഫ് എന്നിട്ട് പറയാണ് വഇന്നമാ നബ്ബഹ്ന അലൈഹി തംബീഹൻ വലാ സിയമ النظر ഇലാ മൻ ലം യജഅൽ അല്ലാഹു ലഹു സബീല ഇലാ ഖദാഇൽ വത്ർ മിൻഹു ശർഅൻ. അല്ലാഹു നമുക്ക് നമ്മുടെ ലൈംഗികമായ വികാരം തീർക്കാൻ അല്ലാഹു നൽകാത്ത വഴിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കൽ. അതേതാണ്? ഉദാഹരണമായിട്ട് സ്ത്രീകളാണെങ്കിൽ അല്ലാഹു അതിൽ വഴി നൽകിയിട്ടുണ്ട്, കല്യാണം കഴിക്കലാണ്. എന്നാൽ ഇങ്ങനെ അല്ലാഹു നമുക്ക് മാർഗം നൽകാത്ത കാര്യങ്ങളിലാകുമ്പോൾ കൽമർദാൻ അൽ ഹസാൻ, നല്ല ഭംഗിയുള്ള എന്താണ് അമ്രതായ കുട്ടികൾ, فإن إطلاق النظر إليهما السم الناقع, നശിപ്പിച്ചു കളയുന്ന കൊന്നുകളയുന്ന വിഷമാണത്. വദ്ദാഉൽ ഉദാൽ, മാറാത്ത രോഗം, ചികിത്സയില്ലാത്ത മാറാത്ത തിരിച്ചു വരാൻ സാധിക്കാത്ത എന്താണ് തിന്മയാണ്. എത്രത്തോളം സലഫുകളുടെ കാലത്ത് ചില പണ്ഡിതന്മാര്, ചില ഉബാദുകൾ ഈ ഒരു ഫിത്നയിൽ അകപ്പെട്ട് അവസാനം ഇങ്ങനെയുള്ള അമ്രതായ കുട്ടിയാണ് ദൈവം, ഇലാഹ്, റബ്ബ് എന്ന് പറഞ്ഞവർ പോലുണ്ട്. കാരണം അത്രക്ക് ഫിത്നയാണ് അവരുടെ ഫിത്ന എന്ന് സാരം. അപ്പോ ഈ ഒരു പ്രവൃത്തിയുടെ അസർ എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ഒരുപാട് എണ്ണിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഇത് പറഞ്ഞതൊക്കെ അല്പം മാത്രമാണ്, ഇതിൽ എത്രയോ ഇരട്ടികളുണ്ട്. അത് അലൽ ഫർദി വൽ മുജ്തമ, ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും ഉണ്ടാക്കുന്ന നാശങ്ങൾ എണ്ണിയാലോചിക്കാത്തതാണ്. نعم قال ابن حجر الهيثمي وأقوال السلف في التنفير منهم والتحذير من رؤيتهم ومن الوقوع في فتنتهم ومخالطتهم أكثر من أن تحصر. കുട്ടികളിൽ നിന്ന് ഓടി അകലാൻ നമ്മോട് പറയുന്ന അവരുടെ ആസാറുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. അവരെ നോക്കുന്നതിലും അവരുമായിട്ട് ഇടകലരുന്നതും വലിയ ഫിത്നയാണെന്നും അവരുടെ സലഫുകളുടെ അഖ്വാലുകൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. വകാനൂ റിദ്വാനുല്ലാഹി അലൈഹിം യുസമ്മൂനൽ മറദ് അൽ ഉൻസാനി വൽ ജീഫ്. അമ്രതുകളെ സലഫുകൾ വിളിക്കാറുണ്ടായിരുന്നത് രണ്ട് പെണ്ണുങ്ങളായിട്ടാണ്, അഥവാ അങ്ങേയറ്റം വശ്യതയുള്ള, അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന രണ്ട് സ്ത്രീകളുടെ മക്കാമിലാണ് എന്തുള്ളത്, ഒരു കുട്ടിയുള്ളത്. ജീഫ്, ശവമായിട്ടാണ് പറയാറുണ്ടായിരുന്നത്. لأن الشرع الشريف والدين الواضح المنيف واستقذر النظر إليه ومنع من مخالطته. അവരെ നോക്കുകയും അവരുമായിട്ട് ഇടകലരുന്നതും അങ്ങേയറ്റം വിലക്കിയിട്ടുണ്ട്. വൽഖൽവതു ബിഹിം ലിഅദാഇഹാ ഇലൽ ഖബീഹ്, അവരുമായിട്ട് ഒറ്റക്കിരിക്കുക എന്നുള്ളത് ഏറ്റവും മോശമായതിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് കാര്യം. അപ്പോ ഇനിയും ഒരുപാട് നോക്കൂ. ദഖല റജുൽ അലാ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് വകാന മഅഹു അംറദ് ഹസനുൽ വജ്ഹ്. ഇമാം സുഫിയാൻ അസ്സൗരിയുടെ അടുക്കൽ ഒരാൾ വന്നു. അയാളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, അമ്രതായ കുട്ടിയാണ്. ഫഖാല ലഹു മൻ ഹാദാ മിൻക ഫഖാല ഇബ്നു അഖി, നിന്റെ ആരാണ് ഇതെന്ന് ചോദിച്ചു. ഇതെന്റെ സഹോദരന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഫഖാല അഖ്റിജൂഹു അന്നി, എന്റെ അടുക്കൽ നിന്ന് ഇവനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ ഇവരെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫഇന്നി അറാ മഅ കുല്ലി ഇംറഅത്തിൻ ശൈത്താന, കാരണം ഞാൻ എല്ലാ സ്ത്രീയുടെ കൂടെ ഒരു ശൈത്താനെ കാണുന്നുണ്ട്. വമഅ കുല്ലി അംറദിൻ 17 ശൈത്താന, ഓരോ അമ്രദിന്റെ കൂടെയും 17 ശൈത്താൻമാരെ എന്നെ കാണുന്നത്. دخل سفيان الثوري الحمام فدخل عليه غلام صبيح. ഇമാം സുഫിയാൻ ബിൻ സഈദ് ബിൻ മസ്റൂഖ് الثوري رحمه الله അബു മുഹമ്മദ്
അദ്ദേഹം ഒരിക്കൽ ബാത്റൂമിൽ കയറി. അപ്പൊ ഒരു ബാത്റൂമിലേക്ക് ഒരു കുട്ടി കടന്നു വന്നു. ഫഖാല അഖ്റിജൂഹു, ഈ കുട്ടിയെ പുറത്താക്കി കളാം. ഫഇന്നി അറാ മഅ കുല്ലി ഇംറഅത്തിൻ ശൈത്താനൻ വമഅ കുല്ലി ഗുലാമിൻ ബിദ്അത അശറ ശൈത്താനൻ. ശുഅബുൽ ഈമാൻ ഇമാം ബൈഹഖി ഉദ്ധരിച്ചതാണ്. കാരണം എല്ലാ സ്ത്രീയോടും ഒരു ശൈത്താനേ ഉള്ളൂ, എന്നാൽ ഇങ്ങനെയുള്ള അമ്രതിന്റെ കൂടെ ബിദ്അത അശറ 10 ചില്ലാണ് അഥവാ 17 ശൈത്താന്മാരാണുള്ളത്. വഖാല അൽ അസ്സ് ഇബ്നു അബ്ദുസ്സലാം, അസ്സ് ഇബ്നു അബ്ദുസ്സലാം അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് സുൽത്താനുൽ ഉലമാ എന്നാണ്. വൽ ഇഫ്തിതാൻ ബിൽ മറദ് അഅദം മിൻ അൽ ഇഫ്തിതാൻ ബിൻ നിസാ. അപ്പോ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഫിത്നയേക്കാൾ എന്താണ് അമ്രതകളുടെ ഫിത്നയാകാനുള്ള കാരണം? ഒന്നാമത്തത്, ഒരു തഖ്വ ഉള്ള ഒരാള് എന്ത് ചെയ്യും? സ്ത്രീ നോക്കൂല. കാരണം എന്താണ്? അത് മഹറൂഫ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? അത് എന്താണ് ബഈദുൽ വസൂൽ, അത് ലഭ്യമാകുക എന്നുള്ളത് എന്താണ്? അകലയിലാണ്, അപൂർവമാണ് അത്. എന്നാൽ അമ്രതകൾ എന്താണ്? പുരുഷന്മാരുടെ ഇടകലരുന്നത് ധാരാളമാണ്. രണ്ടാമത്തെ എന്താണ്? തീർച്ചയായിട്ടും അതില് സിനയേക്കാൾ എത്രയോ കൊടിയ തിന്മയാണത് ലിവാത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ അൽ ഇഫ്തിതാൻ ബിൽ അംറ അതില് ലാ ശക്ക വലാ റൈബ്, അതില് ശിർക്ക് വരാം. കാരണം എന്താണ്? അശ്ശൈത്താനു യുഅദ്ദി ഇലൈഹി, അതിനി ശഹവത്തോടു കൂടി അല്ലെങ്കിലും അവരുടെ നോക്കുകയാണെങ്കിൽ, ഇടപഴകുകയാണെങ്കിൽ, അവർ സ്പർശിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ അതാണ് കാര്യം. നസ്അലുല്ലാഹ അസ്സലാമത വൽ ആഫിയ, നസ്അലുല്ലാഹ അൻ യുജന്നിബന അൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. لأن المفتتن بالنساء يقدر على التوصل إليهن بسبب مباح. സ്ത്രീകളുടെ ഫിത്നയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുവദനീയമായ വഴിയിലൂടെ അവരിലേക്ക് എത്തിപ്പെടാൻ കഴിയും, നിക്കാഹിലൂടെ. വലൈസൽ ഇഫ്തിതാൻ ബിൽ മറദ് കദാലിക്, അമ്രതകളിൽ ഫിത്ന വന്നു കഴിഞ്ഞാൽ അതുപോലെയല്ല. മാത്രമല്ല ധാരാളം ഫിത്നകൾ എണ്ണിയാലൊടുങ്ങാത്തത് അലൽ ഫർദി വൽ മുജ്തമഅ. മാത്രമല്ല നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ മറ്റൊരു സമൂഹത്തെ നശിപ്പിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇബ്നു തൈമിയ്യ പറയുന്നത് അവരിൽ ശിർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം എന്താണ്? ഇന്നഹും കാനു യഅതൂന റിജാല ശഹവതൻ നഊദു ബില്ലാഹി മിൻ ശർരി ശൈത്താൻ. وقال ابن حجر الهيثمي وفي المرض من يفوق النساء بحسنه والفتنة به أعظم. അമ്രതകളിൽ എന്താണ്? സ്ത്രീകളെക്കാൾ ഭംഗിയുള്ളവരുണ്ട്, അവരുള്ള ഫിത്ന ഏറ്റവും ശക്തമാണ്. വലിഅന്നഹു യുംകിൻ ഫി ഹഖ്ഖിഹി മിന അശ്ശർ മാ ലാ യുംകിൻ ഫി ഹഖ്ഖി നിസാ. സ്ത്രീകളിൽ നടക്കാത്ത ഫിത്നകൾ അമ്രതകളിൽ നിന്ന്. വയസ്ഹുൽ ഫി ഹഖ്ഖിഹി മിൻ തരീഖ الريبة والشر ما لا يسهل في حق المرأة. അപ്പോൾ മറ്റു പല രൂപത്തിലും എന്താണ് സ്ത്രീകളിലേക്ക് പ്രാപിക്കാൻ കഴിയാത്ത രൂപത്തിൽ അമ്രതകളിലേക്ക് പ്രാപിക്കാൻ കഴിയും. അപ്പൊ ഇതിലൂടെയുള്ള വലിയ പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, ഇതൊരു സമൂഹത്തിലുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ആകാശത്തിലുള്ള ഖത്തർ എന്ത് ചെയ്യും? നിഷേധിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശിക്ഷ, കാരണം എന്താണ്? ഖൗമു ലൂത്തിനാണ് ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടായിരുന്നത്. അടുത്തത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊൽ, ചെയ്ത ആളെ ചെയ്യപ്പെട്ട ആളെ കൊന്നുകളയണം. കാരണം ചെയ്യപ്പെട്ട ആൾ ആരായിരിക്കും? അയാൾ മുക്റഹായിട്ട് നിർബന്ധിക്കപ്പെട്ട് ചെയ്തവരായിരിക്കും. പക്ഷേ അവർക്ക് പിന്നീട് അതിന്റെ അസറുകൾ ഉണ്ടാകും. അപ്പൊ അതിന്റെ അസറുകൾ സമൂഹത്തിൽ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അതെന്തെയും പ്രചരിക്കും. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതിൽ പെട്ടതാണ് എന്ത്? അങ്ങനെയുള്ള ആളുകൾക്ക് സ്ത്രീകളിൽ എന്ത് വരും? സ്ത്രീകളിൽ യഅ്സ് വരും എന്നുള്ള കാര്യം.
മാത്രമല്ല ഇനിയും ധാരാളം ധാരാളം മഫ്സദത്തുകൾ. മാത്രമല്ല ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം, താലിബ് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുള്ള അയാളുടെ എല്ലാം ഒരു നിമിഷം നശിച്ചു പോകുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ. അപ്പോ വൽഹദർ അൽഹദർ, അല്ലാഹ് അല്ലാഹ്, اللهم جنبنا الفتن ما ظهر منها وما بطن. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ونعوذ بك أن نغتال من تحتنا.